നമ്മൾ പോകുന്നത് മലപ്പുറത്തുള്ള കൊടിഞ്ഞിയിലേക്കാണ്. ആ മലപ്പുറത്തുള്ള കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഹിന്ദു മതത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് മതം മാറുകയും ഫൈസൽ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മറ്റ് കാര്യങ്ങളൊന്നും ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു മതം മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മതം മാറുക എന്നുള്ളത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അദ്ദേഹം അങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ ആർക്കും മറ്റൊരു തരത്തിലുള്ള ഉപദ്രവം ഇല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു വിഷയങ്ങളും ഇല്ലാതെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുകയാണ്. അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കാണുക. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ചോദിച്ചാൽ, മലപ്പുറത്ത് വഴിയരികിൽ യുവാവ് മരിച്ച നിലയിൽ എന്നതാണ് അതിൻ്റെ ഹെഡിങ്. എന്നാലോചിച്ചോക്ക, മലപ്പുറത്ത് വഴിയരികിൽ യുവാവ് മരിച്ച നിലയിൽ. ഇതാണ് കൊടിഞ്ഞി ഫൈസലിനെ കൊല ചെയ്തപ്പോൾ അതിനെ മീഡിയ ടേക്കപ്പ് ചെയ്ത രീതി. ഇതാണ്. എന്നാലോചിച്ചോക്ക, വഴിയരികിൽ യുവാവ് മരിച്ച നിലയിൽ, അത്രേ ഉള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവം? മരിച്ചതല്ല, കൊന്നതാണ്. മതത്തിന്റെ പേരിൽ മാത്രം, ഒരു മതം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ടതാണ്. ഈ വാർത്തയെ ടേക്കപ്പ് ചെയ്ത രീതി നിങ്ങൾ കാണാം. വഴിയരികിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കിടക്കുന്നു ഒരു യുവാവ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഏതായാലും ആ രൂപത്തിലാണ് മീഡിയ അതിനെ ആദ്യം ടേക്കപ്പ് ചെയ്തത്. ഇനി സുഹൃത്തുക്കളെ, മീഡിയ ഇതിനെ എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്തതെങ്കിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്തത് ആരാണെന്നുള്ളത് ഏകദേശം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു വ്യക്തി അടക്കം ഉൾപ്പെട്ടതായതുകൊണ്ട്, നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസ്നക്ക് അത് അറിയുന്നതുകൊണ്ട് അവർ വളരെ കൃത്യമായി വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചെങ്കിലും ആ വ്യക്തികളൊന്നും വന്നില്ലെന്ന് മാത്രമല്ല, ഡമ്മി വ്യക്തികൾ, അന്ന് നാട്ടിൽ തന്നെ ഇല്ലാത്തവർ വേറെ സ്ഥലത്ത് പോയവരോരൊക്കെ വെച്ചിട്ട് പോലീസ് ഒരു കേസെടുത്തു. ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി അബ്ദുൾ റബ്ബ് MLA നേതൃത്വത്തിൽ ഹൈവേയിൽ ജാതിമത വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് മനുഷ്യർ കുത്തിയിരുന്നു. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നു. മറ്റേ തൊപ്പിക്കാരനെ ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ച് തൊപ്പിക്കാരനെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി നേരെ അമിത് ഷാജിനെ വിളിക്കുക ചെയ്ത്, അമിത് ഷാജി അവിടുന്ന് വണ്ടി പറഞ്ഞേക്കാന്ന് പറഞ്ഞ കേസാണ്. ഇതോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ യാതൊരു മൂവ്മെന്റും ഇല്ലാതിരുന്നപ്പോൾ സ്ഥലത്തെ പ്രധാന വ്യക്തി എന്നുള്ള നിലയ്ക്ക് MLAയും മറ്റു വ്യക്തികളും കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. എന്നിട്ടും തീരുന്നില്ല. എന്താ സംഭവിച്ചത്? കേസ് എടുത്ത് മുന്നോട്ട് പോയപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് കാര്യങ്ങൾ നടത്താത്തൊരു സാഹചര്യത്തിലേക്കാണ് പിന്നീട് എത്തുന്നത്. കൊടിഞ്ഞി ഫൈസൽ വധക്കേസ് വീണ്ടും മാറ്റി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിനാണ് നടപടി. ഓഗസ്റ്റ് 23 കേസ് മാറ്റിയത്. അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തിരൂർ അഡീഷണൽ ജില്ലാ സെഷൻ കോടതി കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിനാൽ ഈ മാസം 26 മാറ്റുകയായിരുന്നു. എന്നാൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിൽ കേസ് വീണ്ടും ഓഗസ്റ്റ് 23 മാറ്റി. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചിരുന്ന അഡ്വക്കേറ്റ് ശ്രീധരൻ അനാരോഗ്യം മൂലം പിന്മാറിയതിനാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ ഹാജരായ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടിയെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 7 ഫൈസലിന്റെ ഭാര്യ സർക്കാരിന് അപേക്ഷ നൽകിയത്. എന്നാൽ സർക്കാർ ഇതിൽ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഗവൺമെന്റിലേക്ക് മെയ് ആദ്യ വാരത്തിൽ അപേക്ഷ കൊടുത്തിരുന്നെങ്കിലും അതിനകത്ത് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ലാതെ അതങ്ങനെ കിടക്കുകയാണ്. മാത്രമല്ല അതിന്റെ പ്രതികൾ ഇങ്ങനെ ജാമ്യത്തിലെടുത്ത് നമ്മുടെ കൂടെ ഇങ്ങനെ നാട്ടിൽ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഒരു മതവിശ്വാസിയായി എന്നതിന്റെ പേരിൽ മാത്രം അറും കൊല ചെയ്യപ്പെട്ട ഒരു കേസ് അവിടെയാണ് കിടക്കുന്നത്. എവിടെ അതിന്റെ ഫോളോ അപ്പ്? എവിടെ അതിൻ്റെ മീഡിയയിലുള്ള ഫോളോ അപ്പ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, ഈ മതം മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കേസ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. യാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ യാസറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 20 വർഷത്തിന് ശേഷം എന്തോ ഒരു പ്രതിനെ പിടിച്ചിട്ടില്ലെന്നോ അങ്ങനെ എന്തൊക്കെ വാർത്ത കണ്ടിരുന്നു. അത്രയേ ഉള്ളൂ.
ആ ഒരു വാർത്തക്ക് പ്രാധാന്യം. ഇങ്ങനെ ആളുകൾ അറും കൊല ചെയ്യപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം എന്താ, അത് ഈ നേരത്തെ പറഞ്ഞ ആ ഫോളോ അപ്പ് വാല്യൂ ഉള്ള പേരുകൾ അതിൽ കിട്ടൂല. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ കിട്ടുക എന്നുള്ളത് കൊണ്ട് ആ വാർത്തക്കൊന്നും ഇല്ല, അതിന് പിന്നാലെ പോകാനൊരു രസമില്ല. ഓക്കെ, ഇനി ഇതുകൊണ്ട് തീർന്നില്ല. റിയാസ് മൗലവി കാസർഗോഡുകാരനാണ്. റിയാസ് മൗലവി അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ കയറി വെട്ടുന്നതും അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതൊക്കെ. അവസാനം റിയാസ് മൗലവി കേസ് എന്തായി? വളരെ കൃത്യമായ ഫോളോ അപ്പുമായി മീഡിയകൾ ഇത് കൈകാര്യം ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായി നീങ്ങി അതിൽ കൃത്യമായ വിധി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത് എന്താണ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചാനലുകളിൽ ലഭ്യമാണ്. ആ ബൈറ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട കേസിൽ, ഇത്രയും തെളിവുകളുള്ള കേസിൽ എങ്ങനെയാണ് പ്രതികളെ വെറുതെ വിടാനാവുക എന്നാണ് റിയാസ് മൗലവിയുടെ കുടുംബം ചോദിക്കുന്നത്. റിയാസ് മൗലവി കൊല്ലപ്പെട്ട 7 വർഷങ്ങൾക്കിപ്പുറം 3 പ്രതികളെയും കോടതി വെറുതെ വിടുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഭയങ്കര പ്രതീക്ഷ ഉണ്ട് എനിക്ക് കോടതിനെ മേലെ. പറയാൻ കിട്ടുന്നില്ല എന്തും. പ്രോസിക്യൂഷനും കുടുംബവും വിധിക്കെതിരെ അപ്പീൽ പോയേക്കാമെന്നാണ് സൂചന. ഇക്കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിടുമ്പോൾ അത് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മൗലികമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ സുഹൃത്തുക്കളെ, റിയാസ് മൗലവി കേസിലും ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇനി അതിൻ്റെ ഫോളോ അപ്പ് പിന്നെ എന്താ ഉണ്ടായത്? ആ വിഷയത്തിൻ്റെ ഫോളോ അപ്പ് പിന്നെ എന്താ ഉണ്ടായത്? അതാരാണ്? അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകളോ ബാക്കിയുള്ളവരോ ഒന്നും. അപ്പോൾ മുസ്ലിം ഇഷ്യൂ ആകുമ്പോൾ അതിങ്ങനെ കത്തിച്ച് നിർത്തുന്നു. അപ്പോൾ എന്നും മുസ്ലിങ്ങൾ കൊലപാതകികളും അക്രമികളും ബോംബ് സ്ഫോടനത്തിൻ്റെ ആളുകളൊക്കെ ആയി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മൾ സംസാരിക്കുന്നത് കാസർഗോഡ് വെച്ചാണ്. കാസർഗോഡുള്ള നിങ്ങളോടെല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വിജയൻ എന്ന പേരിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഇടയ്ക്ക് ന്യൂസിൽ ഇങ്ങനെ ഒരു വിജയൻ എന്നുള്ള വ്യക്തിയെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടോ? ആ വ്യക്തിയെക്കുറിച്ചുള്ള ചാനൽ ചർച്ചകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിജയൻ എന്നുള്ള പേരെങ്കിലും എത്ര ആളുകൾക്ക് പരിചയമുണ്ട്? നമ്മൾ കാസർഗോഡ് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു വരുന്ന വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വെച്ച് മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം ഈ വിശ്വാസത്തോടുള്ള, ഈ സമൂഹത്തോടുള്ള, സമുദായത്തോടുള്ള പക അത് മനസ്സിൽ നുരഞ്ഞു പൊന്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് അറും കൊല ചെയ്യപ്പെട്ട ഒരു പൊന്നുമോനുണ്ടായിരുന്നു, ഫഹദ്. ഫഹദിന്റെ പേര് പറയാതെ കാസർഗോഡ് ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കാൻ കഴിയില്ല. ആ ഫഹദിനെ കൊന്നത് വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി അങ്ങനെ ഒരു പിഞ്ചു ബാലന്, 7 വയസ്സുള്ള കുട്ടിയെ അറും കൊല ചെയ്തിട്ട് ആ വിജയനെ അതിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ചുള്ള എത്ര അന്തിച്ചർച്ചകൾ കാസർഗോഡുകാരായ നിങ്ങളെങ്കിലും നടത്തി. പോട്ടെ, ഇതിനൊക്കെതിരായി നിൽക്കുന്ന നമ്മൾ എത്ര പേർ ആ പേര് ഓർമ്മിച്ചു നിൽക്കുന്നു? ഓർമ്മിക്കൂല. കാരണം എന്താ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. അത് നിരന്തരമായി മീഡിയയിൽ ഇങ്ങനെ ഹൈലൈറ്റായി നിൽക്കുന്നില്ല. അതിനെക്കുറിച്ച് നിരന്തരമായി ചർച്ചകളില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന അന്വേഷണങ്ങളില്ല, ചാനൽ ചർച്ചകളില്ല, സിംബോസിയങ്ങളില്ല, സെമിനാറുകളില്ല. അതുകൊണ്ട് തന്നെ വിജയനെ കുറിച്ച് ഇന്ന് നമുക്കാർക്കും ഓർമ്മയില്ല. ആരെയാ കൊന്നത്? ഫഹദ് എന്ന് പറയുന്ന ആ കുട്ടി അല്ലേ? നമുക്ക് ആ കുട്ടിയുടെ ചില സംസാരത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ഭാഗം നിങ്ങൾ കണ്ടോളൂ. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മറ്റു വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചക ജനന. അപ്പോ ഈ ചെറിയ കുട്ടിയെ എന്ത് കാരണം കൊണ്ടായിരിക്കും, എന്ത് മോട്ടീവായിരിക്കും ഈ കുട്ടിയെ അറുംകൊല ചെയ്യാൻ കാരണമായത്? യഥാർത്ഥത്തിൽ ഇതല്ലേ ആലോചിക്കേണ്ടത്? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇതല്ലേ മീഡിയകളിൽ നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്? ഇങ്ങനെ സ്വന്തം തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള കുട്ടിയെ കൊല്ലാൻ മാത്രം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കേണ്ട നാടിന്റെ സ്വൈര്യ ജീവിതത്തിന് ഈ ചോദ്യം അനിവാര്യമാണ്. ഈ ചർച്ചകൾ അനിവാര്യമാണ്. അത് നടത്താൻ ഒരു മീഡിയയുമില്ല, അതിന്റെ ഫോളോ അപ്പിന് ഒരു മീഡിയയുമില്ല. എന്നാൽ
ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു പട്ടിൻ്റെ കൂടെ ഒരു മുസ്ലിം നടന്നു പോയാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം അറിയാതെ ഒരു പട്ടിയെ ചവിട്ടിപ്പോയാൽ പോലും, അല്ലെങ്കിൽ തുമ്മിയാൽ പോലും അത് നമുക്ക് 5-6 ദിവസം ചർച്ച ചെയ്യാനുണ്ടാകും. ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല, താല്പര്യമില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, എന്നാൽ നമ്മൾ ഇതിലൊക്കെ കാണേണ്ടത് ഇങ്ങനെ ഈ കൊല്ലുന്നവരും കൊല്ലിക്കുന്നവരും മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ജാതിമത വ്യത്യാസമില്ലാതെ ഇത്തരം കാര്യങ്ങൾക്കെതിരാണ്. അവരവരുടേതായ ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഫഹദ് മോനെ കൊന്നുകളഞ്ഞ അവൻ്റെ അയൽവാസി വി വിജയകുമാറിനെ കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചതറിഞ്ഞ് അയാളുടെ അമ്മ പ്രതികരിച്ചത് ഓൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടി എന്നായിരുന്നു. ഞാൻ ആ വാർത്തയിലൂടെ ഒന്ന് പോവാണ്. കേസിൽ അറസ്റ്റിലായതിനു ശേഷം അവൻ്റെ മുഖം കാണാനോ സഹായിക്കാനോ എനിക്ക് മനസ്സ് വന്നില്ല. അവനെ രക്ഷിക്കാമെന്നും കേസ് നടത്താൻ സഹായിക്കാമെന്നും പറഞ്ഞ് എനിക്കറിയാത്ത ചിലർ ഇവിടെ വന്നിരുന്നു. ചില്ലിക്കാശിൻ്റെ സഹായം ചെയ്തു പോകരുതെന്ന് പറഞ്ഞാണ് ഞാൻ അവരെ മടക്കിയത്. മതത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പേരിൽ കൊല്ലുന്നവർക്ക് നിയമപരിരക്ഷ കൊടുക്കുന്നത് ആരാണ്? അതേത് മതത്തിലുള്ളവരാണെങ്കിലും അതേത് ആദർശത്തിലുള്ളവരാണെങ്കിലും അവർക്കെതിരിലാണ് നമ്മുടെ ശബ്ദം. യാതൊരു സംശയത്തിലില്ല. അത് ആ അമ്മയുടെ കൂടെ നമ്മളും ചേരുകയാണ്. അത്രക്കും കടും കൈയല്ലേ ആ പൊന്നുമോനോട് അവൻ കാട്ടിയത്. എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത് അയൽക്കാരായ ആ കുഞ്ഞിൻ്റെ അമ്മയും വീട്ടുകാരുമാണ്. അവരിന്നും എന്നെ അന്യയായി കാണുന്നില്ല. എൻ്റെ എല്ലാ സുഖദുഃഖത്തിലും ഫഹദ് മോൻ്റെ കുടുംബം എനിക്കൊപ്പമുണ്ട്. ഒരു തരത്തിലും അവരോ ബന്ധുക്കളോ എന്നെയോ കുടുംബത്തെയോ ദ്രോഹിച്ചിട്ടില്ല. സംഭവത്തെ തുടർന്ന് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞതും അവരാണ്. നാട്ടുകാരെ പേടിച്ച് ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വീട്ടിൽ നിൽക്കാൻ പേടിയാണെങ്കിൽ ഞങ്ങളുടെ പഴയ വീട് വിട്ടുതരാമെന്നും ഫഹദ് മോൻ്റെ ഉപ്പ അബ്ബാസ് പറഞ്ഞു. സംഭവത്തിൻ്റെ തലേന്നും ഫഹദ് മോൻ ഇവിടെ വീട്ടിൽ കളിക്കാനെത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിൽ പോയിരുന്നു. മോൻ്റെ ഉമ്മ ആയിഷ എന്നെ കണ്ടപ്പോൾ വേഗത്തിൽ വന്ന് കൈപിടിച്ച് കസേരയിലിരുത്തി. എനിക്ക് കരച്ചിലടക്കാനായില്ല. ഞാൻ വിങ്ങിപ്പൊട്ടിയപ്പോൾ ആശ്വസിപ്പിച്ചത് അവരാണ്. വെള്ളച്ചി എന്ന അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു എന്നാണ്. നമ്മളിവിടെ കാണേണ്ടത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലുടനീളം വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരം അരുങ്കൊലകൾക്കും പീഡനങ്ങൾക്കും വിധേയരായിട്ടുണ്ട്. ഇത്തരം അരുങ്കൊലകൾക്കും പീഡനങ്ങൾക്കും ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നത് ഇസ്ലാം ഒരു ഘട്ടത്തിലും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെയും നിലപാടിൻ്റെയും വെളിച്ചത്തിനനുസരിച്ച് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്ന ഉറച്ച വിശ്വാസവും ഇത്തരം തിന്മകൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ബോധവൽക്കരണങ്ങളും ശക്തമായ മുന്നേറ്റങ്ങളും ജനശ്രദ്ധയിൽ ഇത് കൊണ്ടുവരലും ജനാധിപത്യത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെയുള്ള പോരാട്ടവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഇതിനോട് ചേർത്ത് വെക്കാൻ ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അഥവാ തല പോയ, ജീവൻ പോയ ഈ കേസുകൾ അതിനൊന്നും ഒരു ഫോളോ അപ്പും ഇല്ല. അതൊന്നും എല്ലാ വർഷവും അതിനെക്കുറിച്ചുള്ള ആലോചനകളോ ചർച്ചകളോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളോ ഒന്നുമില്ല. ഇങ്ങനെ ഫോളോ അപ്പ് ഇല്ലാതെ പോകുന്ന, നേരത്തെ പറഞ്ഞ ആ ന്യൂസ് വാല്യൂ ഇല്ലാത്ത ഇങ്ങനെയുള്ള കുറച്ച് കേസുകളുണ്ട്. പക്ഷേ ചില കേസുകൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് വാല്യൂ ഉണ്ട്. അതിങ്ങനെ ഫോളോ അപ്പ് മാത്രമല്ല, എല്ലാ വർഷവും ഒരാണ്ട് കഴിക്കുന്നത് പോലെ ആ വിഷയത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളൊക്കെ നടക്കും. അത്തരത്തിലുള്ള ഒരു കേസാണ്. നമുക്കറിയാം, ന്യൂമാൻ കോളേജിൽ ഒരു പ്രൊഫസർ പ്രവാചകനെ നിന്ദിക്കുന്ന രൂപത്തിൽ ഒരു ചോദ്യ പേപ്പർ എഴുതി. അങ്ങേയറ്റം നിന്ദ്യമായ ഭാഷ അതിൽ ഉപയോഗിച്ചു. അത് വലിയൊരു സമുദായത്തെ വേദനിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്നും പിന്മാറാതെ തന്നെ അദ്ദേഹം നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ സമുദായമടക്കം അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും അതിനെതിരെ കൃത്യമായ രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു നിൽക്കുന്ന സമയത്താണ് ചില അവിവേകികളായ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈ പോയി വെട്ടുന്നത്. അങ്ങേയറ്റം ഹീനമായ കൃത്യമാണത്. ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ കൈ വെട്ടി അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെതിരായി കേരളത്തിലുള്ള മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരേപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ നേരത്തെ പോയ തലകളേക്കാൾ വിലയുണ്ട് ഈ കൈക്ക്. ഇപ്പോൾ ചില ന്യൂസ് ചാനലുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ആ കൈ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, അതിങ്ങനെ കാണിക്കുക, അതൊക്കെയാണ് ചില ന്യൂസ് ചാനലുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. നിരന്തരം ഫോളോ അപ്പ്.
കഠിന വേദന സഹിച്ചും ചെയ്ത ഫിസിയോതെറാപ്പി ഫലം കണ്ടു തുടങ്ങിയെന്ന് ജോസഫ് സാർ. വലത് കൈക്കായില്ലെങ്കിലും ഇടത് കൈ കൊണ്ടെങ്കിലും. നേരത്തെ വലത് കൈ കൊണ്ടല്ലേ എഴുതിയിരുന്നത്? വലത് കൈ കൊണ്ടായിരുന്നു. വലത് കൈ കൊണ്ട് ഞാൻ ഒരു മണിക്കൂറിൽ 10-30 ഫുൾ സ്കാപ്പ് പേപ്പർ എഴുതുമായിരുന്നു. പരീക്ഷയ്ക്കൊക്കെ 100 പേജൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈവെട്ടി അത് തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതാണ് ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, എത്ര വർഷം കഴിഞ്ഞു ആ കൈവെട്ട്. പക്ഷെ എല്ലാ വർഷവും ഇതിങ്ങനെ നിരന്തരമായി ചർച്ച ചെയ്യുക, ഇന്നും അദ്ദേഹത്തെ കൊണ്ട് നടക്കുക, ഇന്നും അതിന് നല്ല ഫോളോ അപ്പ് ഉണ്ട്. ആ ഫോളോ അപ്പ് ഉള്ള കേസ് കാരണം എന്താ? ഇവിടെ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം, വളരെ വ്യക്തമായി അഡ്രസ്സ് ചെയ്യണം. ഈ ചെയ്തത് മതത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ന്യായീകരിക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ കേസിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ഇത് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ വ്യക്തികൾ ഇത് ചെയ്തത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ ആ വ്യക്തി 100% ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് ശിക്ഷയ്ക്ക് വിധേയനാണെങ്കിൽ പോലും ഈ വ്യക്തികൾ ഇത് ചെയ്ത അവരുടെ കൈയും ഇതുപോലെ എടുക്കും. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കേണ്ടത് വളരെ കൃത്യമായ ഭരണകൂടവും കോടതിയുമാണ് എന്നതാണ് ഇസ്ലാമിക നിയമം. അപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരാണോ ഇസ്ലാം വിമർശനം നടത്തിയത്, ആരാണോ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ന്യായം പറയാനുള്ള ഇടം കിട്ടും. അയാൾക്ക് വക്കീലിനെ വെക്കാം, അയാൾക്ക് കേസ് വാദിക്കാം, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അയാൾക്ക് പോകാം. എന്നാൽ ഈ വ്യക്തികൾ ഇത് ചെയ്യുക വഴി എന്താണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? ഈ വ്യക്തികൾ ഇത് ചെയ്യുക വഴി, ഒരു ഏതാനും അവിവേകികൾ ചെയ്ത ഈ പ്രവർത്തനം വഴി, നോക്കൂ നിങ്ങൾ, ഈ സംഭവം 7-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇപ്പോഴും നിരന്തരമായി ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ തൂങ്ങിയാടുന്ന കൈകൾ സൂം ചെയ്യപ്പെടുന്നു, അയാളുടെ ആർത്ത് കരയുന്ന ഭാര്യയുടെ നിലവിളികൾ കാണിക്കപ്പെടുന്നു, അയാളുടെ മകൾ, അമ്മ ഒക്കെ സങ്കടങ്ങൾ പറയുന്നു. ഇതിൻ്റെ വൈകാരികത വളരെ എന്താ പറയുക, മനുഷ്യന്റെ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന BGMകൾ കൊടുത്ത് അതിങ്ങനെ കൊടുക്കുകയാണ് അല്ലേ. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും ഇസ്ലാം ദീനിനുമാണ്. ഞാൻ അത് വെറുതെ പറയണല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്തമില്ലാതെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം നടത്തിയ ഒരു സംസാരത്തിലെ ഈ അടുത്ത ദിവസം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിസ്റ്റുമായിട്ട് അദ്ദേഹത്തോട് നമുക്ക് വളരെ ശക്തമായ വിയോജിക്കാവുന്ന പോയിന്റുകൾ ഉണ്ടാകും, നന്നായി യോജിക്കാവുന്ന പോയിന്റുകൾ ഉണ്ടാകും. ആ വ്യക്തിയുമായി നടത്തിയ ഒരു ഡിസ്കഷനിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു തെളിവ് നോക്കൂ നിങ്ങൾ, ഈ കൈവെട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന തെളിവ്. പോപ്പുലർ ഫ്രണ്ടുകാർ വന്ന് സുഡാപ്പികൾ നമ്മൾ വിളിക്കുന്ന ആളുകൾ ജോസഫ് മാഷ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുമ്പോൾ അത് ഖുറാനിലെ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 5:33 മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന, അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരാളെ കണ്ടാൽ ആ നിയമം നടപ്പിലാക്കണം എന്നത് ഇസ്ലാമിലെ ബാധ്യതയാണ്. അത് ഇസ്ലാമിക രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അവിടെ ഇസ്ലാമിക രാജ്യമല്ല എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത അവിടുത്തെ വിജിലാൻറ്റീസിനാണ്. ഈ പറഞ്ഞ നുണക്കളെ തെളിവ് എവിടെ? അത് ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ വ്യക്തിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ സമയം മുതൽ ഇന്ന് രാത്രി, നാളെ രാത്രി നിങ്ങൾക്ക് 3 ദിവസം തരാം. ഓരോ വ്യക്തിയും സിവിലിയൻസ് ഈ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കണമെന്നതിന്റെ ആയത്തെവിടെ? തെളിവെവിടെ? ശുദ്ധമായ അസംബന്ധം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് പറയണ എന്താ? ഖുറാനിൽ 5:33 ഉണ്ട് എന്നാണ്. എന്താ? അവയവങ്ങൾ ഭിന്നമായി ഛേദിക്കണമെന്ന് പറയുന്ന അല്ലദീന യുഹാറബൂന അല്ലാഹ വ റസൂല എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ? ഈ ആയത്തിന്റെ പശ്ചാത്തലം ഉറനിയീനികളുടെ സംഭവം എന്ന പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഈ ചരിത്രത്തിൽ പ്രവാചകന്റെ അടുത്ത് വന്ന് കള്ളത്തരം പറഞ്ഞു വഞ്ചിച്ച് പ്രവാചകന്റെ അടുത്തുനിന്ന് ഒട്ടകങ്ങളെയും ആടുമാടുകളെയും ഒക്കെ വാങ്ങി കൂടെ മേയ്ക്കാൻ ഒരു ആട്ടിടയനെയും കൊണ്ടുപോയി മരുഭൂമിയിൽ ചെന്ന ആട്ടിടയനെ ക്രൂരമായി കൊന്നു. അയാളുടെ കണ്ണുകൾ പിഴുതെടുത്തു, അയാളെ ക്രൂരമായി കൊന്ന് തള്ളി. എന്നിട്ട് അവര് ഈ ആടുമാടുകളെ ഒട്ടകങ്ങളെ കേട്ട് നാടുവിട്ടു. ഈ വിവരം പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ രാജ്യത്തുണ്ടായ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക്, രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക്, ഖാദി എന്ന നിലയ്ക്ക് പ്രവാചകൻ അവിടുത്തെ ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ശിക്ഷ നടപ്പിലാക്കി. നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ആക്രമിക്കണവരെയും വ്യക്തികളെ കൊല്ലണവരെയൊന്നും കൃത്യമായി ശിക്ഷിക്കാറില്ലേ? അതോ ഏത് രാജ്യത്തിന്റെ നിയമങ്ങളിൽപ്പെട്ടതല്ലേ? ഇനി ഞാൻ ഈ വ്യക്തിനോട് ചോദിക്കുകയാണ്, അതേപോലെ തന്നെ ഒരാളെ ഇന്ന് രാവിലെ വെട്ടിയ വൈകുന്നേരം ആകുമ്പോഴത്തിന് തിരിച്ചു വെട്ടണം, എന്നിട്ട് സ്കോർ ബോർഡ് ഫില്ല് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ വൈകാരികമായി ചിന്തിക്കുന്നവരോടും ചോദിക്കുകയാണ്. പ്രവാചകനെതിരിൽ കൊട്ടേഷനുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കൊട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ആരാ? പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മാംസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. സല്ലാം ബിൻ മഖ്തൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ പ്രവാചകനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു.
കൂടെ പോയ സ്വഹാബി വിഷം കഴിച്ച് മരിച്ചു. വിഷം കഴിച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. എങ്കിൽ ബിഷർ എന്ന സ്വഹാബി മരിച്ച ഈ കേസിൽ പ്രവാചകൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് ചെയ്തത്, അവരെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. വിശ്വാസികൾക്കെതിരിൽ ഗൂഢമായ പദ്ധതികൾ ഒരുക്കി ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് ദോഷകരമെന്ന് എല്ലാവരും ചിന്തിച്ച സന്ധി വ്യവസ്ഥ എഴുതിയ വ്യക്തിക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? അയാളെ അവിശ്വാസിയായി മാപ്പ് സ്വീകരിച്ച് പ്രവാചകന്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ നിങ്ങൾ സുഹൈൽ ഇബ്നു അംറിനെ അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ ഒന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യരുത് എന്നാണ്. എന്താണ് ഈ ഉദ്ധരിക്കാൻ കാരണം? പാലക്കാട് ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടാൽ അതിന് ആലപ്പുഴയിൽ മറുപടി കൊടുത്താൽ ഇന്ത്യ ഹേർട്ട് ലാൻഡിൽ എത്തുമ്പോൾ പാലക്കാട് ആദ്യത്തെ കൊല കാണുകയില്ല. മറിച്ച് പിന്നെ ഉണ്ടായ കൊലപാതകത്തിലെ മുസ്ലിം എതിർപക്ഷത്ത് എന്ന നിലയ്ക്ക് ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തിയുടേത് മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ MP-മാരെ എത്തിക്കേണ്ട ഇന്ത്യ ഹേർട്ട് ലാൻഡിൽ കാര്യങ്ങൾ എത്തുക. അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിപരമല്ല, ഇത് പ്രാമാണികമല്ല, ഇത് ശരിയായ രീതിയല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ ഒരു പ്രവൃത്തിയിലൂടെ സംഭവിച്ചത് ഇങ്ങനെ വളരെ കൃത്യമായ ഒരു മതനിന്ദ നടത്തിയ ഒരു സമുദായത്തിന്റെ അവരേറ്റവും ബഹുമാനിക്കുന്ന പ്രവാചകനെ നിന്ദിച്ച ഒരു വ്യക്തി, ഒരു പ്രതിയായ ഒരു വ്യക്തി, അങ്ങേയറ്റം എല്ലാവരാലും തള്ളിക്കളയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഹീറോ ആയി മാറുകയാണ്. അദ്ദേഹം ചെയ്ത ഒരു ഹീറോയിസം എന്താ? നിന്ന നടത്തി, മതനിന്ദ നടത്തി. ഇത് മാത്രമാണ് ഹീറോയിസം. ഇങ്ങനെ ഈ ഒരു അവിവേകം പ്രവർത്തിച്ചതോടുകൂടി ആ സീറോ ആയിരുന്ന വ്യക്തി ഹീറോ ആവുകയാണ്. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടത് തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ആ പ്രവൃത്തി അത് അവിവേകമാണ്, അത് തെറ്റാണ്, മതപരമായും നിയമപരമായും. എന്നാൽ ഈ വ്യക്തി ഇദ്ദേഹം ഇപ്പോൾ ആഘോഷിക്കപ്പെടുകയാണല്ലോ. ഈ വ്യക്തി ഇപ്പോൾ ഇദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു സമൂഹം, ഒരു സമുദായം അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി കാണുന്ന പ്രവാചകന്റെ പേരിനോട് ചേർത്തുകൊണ്ട് അത്യന്തം വൃത്തികെട്ട പദപ്രയോഗം ഉപയോഗിച്ച ആ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് ഇപ്പോഴുള്ള അഭിപ്രായം എന്താ? അത് നിങ്ങൾ കേട്ടോളൂ. എന്നെ സംബന്ധിച്ചും ഞാനിട്ട ക്വസ്റ്റ്യൻ അത് വളരെ ജെനുവനായിട്ടുള്ള, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇടേണ്ടതായിട്ടുള്ളൊരു ചോദ്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമില്ല. ആ ചോദ്യം ഇട്ടതിൽ എനിക്ക് ലെവലേശം സങ്കടമില്ല, കുറ്റം. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അപ്പോൾ ഇപ്പോഴും അതിൽ നിന്നും പിന്മാറാതെ ഇപ്പോഴും ആ നിന്നയിൽ ഒരു വലിയ സമൂഹം വളരെ ബഹുമാനത്തോടുകൂടി അവരെക്കാളേറെ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാൾ നമ്മുടെ മാതാപിതാക്കൾക്കേറെ അതിനേക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ പേരിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വൃത്തികെട്ട പദപ്രയോഗം ഉപയോഗിച്ചത് അത് തെറ്റായിപ്പോയി എന്നുപോലും പറയാൻ മനസ്സ് കാണിക്കാതെ അതേ തെറ്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇപ്പം എന്താണ്? ഹീറോ ആണ്. കാരണം എന്താ? എല്ലാ വർഷവും അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും, അതിന് സ്വീകരണങ്ങൾ ഉണ്ടാകും, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ആനയിക്കപ്പെടും, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലർ ആകും. കാരണം എന്താ? മറുഭാഗത്ത് പ്രതികളായുള്ളത് മുസ്ലിങ്ങളാണ്. അതിൽ ഫോളോ അപ്പ് ഉള്ള ന്യൂസ് വാല്യൂ ഉള്ള കേസാണ് എന്നുള്ളതാണ്. അതെ, ഇവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ അവിവേകമാണ്, ബുദ്ധിപരമല്ല, അതുകൊണ്ട് ഫലമില്ല എന്നുള്ളതിന്റെ തെളിവാണ് അയാളിപ്പോൾ പറഞ്ഞ കമന്റ്. അങ്ങനെ പോയി കൈയൊട്ടിയതുകൊണ്ട് അയാൾക്കൊരു മാറ്റം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ അയാളുടെ കയ്യിൽ കൊണ്ടുപോയി പുസ്തകം കൊടുത്തിരുന്നെങ്കിൽ, അയാൾക്ക് മെസ്സേജ് കൈമാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഫിത്ന എന്ന് പറയുന്ന ഫിലിമിന്റെ ഡയറക്ടർ, അദ്ദേഹം പ്രൊഡ്യൂസർ വളരെ തെറ്റായ നിലക്ക് ഫിലിം ഇറക്കിയപ്പോൾ ലോകത്തെ ഉന്നതരായ വ്യക്തികൾ അദ്ദേഹത്തിന് ഇസ്ലാമിന് എത്തിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം സോറി ഓ മൈ പ്രൊഫറ്റ്, എൻ്റെ പ്രവാചക അങ്ങൊന്ന് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് വന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഡച്ച് പാർലമെന്റിലെ MP അദ്ദേഹം ഇസ്ലാം വിമർശകനായിരുന്നു. നാട്ടിലെ RSSനെ പോലത്തെ ഒരു സംഘടനയുണ്ടാക്കി ഇസ്ലാമാണ് ലോകത്തിൻ്റെ മാനസിക രോഗം എന്ന് പറഞ്ഞിരുന്ന ആ വ്യക്തി അവസാനം ഇസ്ലാം വിമർശകനായ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ലോകത്തെമ്പാടും നിന്നും ഒരേ രീതിയിൽ മറുപടി കിട്ടിയപ്പോൾ, ഉത്തരമെഴുതാൻ കഴിയാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മുൻ നിലപാടിനെ കുറിച്ച് പറഞ്ഞു ഇറ്റ് വാസ് സിംപ്ലി റോങ്, അതെനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു എന്നാണ്. അതുകൊണ്ട് സായുധാക്രമണത്തിന്റെ വഴിയോ ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തുന്ന വഴിയോ അല്ല, ആശയ സമരത്തിന്റെ, ബുദ്ധിപരമായ മുന്നേറ്റത്തിന്റെ, ഡയലോഗുകളുടെ, സംവാദങ്ങളുടെ, ചർച്ചകളുടെ, ലഘുലേഖകളുടെ, മുന്നേറ്റങ്ങളുടെ. അതുകൊണ്ടാണ് ഐസിസ് വന്നപ്പോൾ ഐസിസിനെതിരിൽ ലക്ഷക്കണക്കിന് ലഘുലേഖകളും കൊണ്ട് നമ്മൾ ഇറങ്ങിയത്. ഖുർആൻ തിരുത്തണമെന്ന ആവശ്യം ചില സംഘപരിവാര ശക്തികൾ ഉന്നയിച്ചപ്പോൾ ഖുർആൻ തിരുത്തണമെന്നോ എന്ന ക്യാമ്പയിനിലൂടെ മൈക്ക് കയ്യിൽ കൊടുത്ത് ശക്തമായ സംവാദങ്ങൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനം നേതൃത്വം നൽകിയത്. ഇനി സുഹൃത്തുക്കൾ, ഒരു ഭാഗം കൂടി നമ്മൾ കാണണം. ഇത് കൈപോയ വ്യക്തിയാണ്.
കാലുപോയൊരു വ്യക്തിയുണ്ട്, അബ്ദുൽ നാസർ മഅദനി. അബ്ദുൽ നാസർ മഅദനിയുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തോട് വളരെ സ്ട്രോങ് ആയി കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകളൊക്കെ വിയോജിച്ചിട്ടുണ്ട്. ആ വിയോജിപ്പുകളെ പിന്നീട് അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. ശംഖുമുഖം കടപ്പുറത്തെത്തി അദ്ദേഹത്തിന്റെ ആദ്യ ജയിൽ മോചനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മക്കൾ സലാഹുദ്ദീൻ അയ്യൂബിയും മറ്റവനും രണ്ടുപേരും അവർ പിച്ച വെച്ചത് ജയിൽ വാർഡന്റെ ബൂട്ട്സിന്റെ താഴെയായിരുന്നു. ജയിലിലെ അന്നം തിന്നാണ് എൻ്റെ കുട്ടികൾ പലവരും വളർന്നത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജീവിതത്തിൽ നഷ്ടപ്പെട്ട ദിനങ്ങൾ, എനിക്കെൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു തരാൻ ഒരാൾക്കും സാധ്യമല്ല. എനിക്ക് അവിവേകം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്തുന്നു എന്ന് ലോകത്തിന്റെ മുന്നിൽ ഉറക്കെ പറഞ്ഞ ആ മനുഷ്യനെ ആരും അവാർഡ് കൊടുത്തിട്ടില്ല. ആ മനുഷ്യനെ പിന്നെയും പിന്നെയും വേട്ടയാടുകയും വീണ്ടും ജയിലിലടക്കുകയും ഒക്കെയാണ് ചെയ്തത്. നാസർ മഅദനി സ്ക്രീനിലേക്ക് വരലപ്പോഴ അദ്ദേഹത്തിന്റെ ഷുഗർ ഡൗൺ ആയി, അദ്ദേഹത്തിന്റെ പൾസ് റേറ്റ് കുറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവൻ നിശ്ചലമാകാൻ പോകുന്നു എന്ന് വരുമ്പോൾ സെൻസേഷണൽ മീഡിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരും. ഞങ്ങളിവിടെ മുന്നോട്ട് വെച്ച വിയോജിപ്പ് ഇതാണ്. മതത്തിന്റെയും ജാതിയുടെയും ഒന്നും പേരിലല്ല ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. ഒരേ രക്തത്തിൽ ഒരേ നിറമുള്ള രക്തവും ഒരേ ഓക്സിജനും ശ്വസിച്ച് ജീവിക്കുന്ന നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഒരേ വികാരമുള്ളവരാണ്, ഒരേ ചിന്തയുള്ളവരാണ്. പരസ്പരം ചേർത്ത് പിടിക്കാനും പരസ്പരം ഒന്നിച്ചു നിൽക്കാനുമുള്ള മനോനിലയുണ്ടാകണം. ഒരു ഭാഗത്തേക്ക് ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട വ്യക്തികളെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തുമ്പോൾ അപരവൽക്കരണത്തിന്റെ കലാപത്തിന്റെ ഒന്നും ആ ഒരു തിക്തഫലങ്ങൾ മുസ്ലിം സമൂഹത്തിൽ മാത്രം നിൽക്കുകയില്ല. ഓർക്കണം, കലാപമൂപികളിൽ പൂമ്പാറ്റ പറക്കില്ല, അവിടെ പൂക്കൾ വിടരില്ല, അവിടെ വെള്ളരിപ്രാവുകളുടെ ചിറകടികൾക്ക് പകരം കടികന്മാർ അവർ ഒച്ചവെക്കും, പട്ടിക്കൂട്ടങ്ങൾ അവർ ഒച്ചവെക്കും. കബന്ധങ്ങൾക്കരികിൽ കരഞ്ഞിരിക്കുന്നവരല്ല നമ്മളാകേണ്ടത്. പ്രബുദ്ധമായ കേരളം വേറൊരു ദിശയിലേക്ക് പോകുന്നുവെന്ന് ഡയലോഗ് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ മെസ്സേജുകളെ ഇതിന്റെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സന്നദ്ധരാകണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഇവിടെ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.